ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കിട്ടി മക്കളെ, കിട്ടി. ഞമ്മക്കും കിട്ടിയിട്ടോ ഈ വർഷത്തെ ആദ്യത്തെ കൂൺ. അങ്ങനെ ഉണ്ടല്ലേ, ഇതൊരു ഭംഗിയത് വിരിഞ്ഞിരിക്കണം കാണാൻ തന്നെ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതൊന്ന് കറി വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് അമ്മയും കുട്ടിയും ഇത് നന്നാക്കുകയാണ്. ഇത്രയും കൂൺ കിട്ടിയിട്ടോ നമുക്ക്. നീ ഇരുന്നാൽ ശരിയാവില്ല, ഞാനും കൂടി കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇതെന്താ അറിയോ, ഞാൻ കാണിച്ചു തരുന്നമാർക്ക് അവൾ കാണിച്ചു തരികയാണേ. അപ്പം അത് പറഞ്ഞ് ശരിക്കാണ് ഞാനും അമ്മയും അവൾ കാട്ടിത്തരും. നോക്കൂ, പെണ്ണതൊക്കെ അങ്ങനെടല്ലേ. ഈ എന്താ പൂവ് വിരിഞ്ഞതിനെക്കാട്ടിലിഷ്ടം ഈ മുട്ട നന്നാക്കാതാണ്. ഇതാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, കട്ടിൻ്റെ ആവശ്യമില്ല, കൈ കൊണ്ട് ഇതാകുന്നത് പെട്ടെന്ന്. ഇത് വെക്കാൻ ഇപ്പോൾ നമ്മൾ നന്നാക്കി വെച്ച് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എന്താ അറിയോ, കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഇതിന് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണേ. ഇപ്പം നല്ല തിളച്ച വെള്ളം കേട്ടോ ഞങ്ങൾ ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ എന്തെങ്കിലും കീടാണുക്കളോ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ കുറച്ച് നേരം വെക്കണം, എന്നിട്ട് നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അടുപ്പ് കൂട്ടി ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഞാനല്ല കേട്ടോ വയ്ക്കണേ, അമ്മയാണ് വയ്ക്കണേ. പക്ഷെ അമ്മ കൂൺ കറി വെച്ച് നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ രീതിയിലാട്ടോ വയ്ക്കണേ. കണ്ടോ, ആദ്യം ചെറുള്ളി ഇട്ടു, ഞാൻ ഒന്ന് വഴണ്ടി വരുവോളം ആക്കണം. ഇതിലധികം മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, നാടൻ രീതിയിലാണ് വെക്കുന്നത്. ഇതെന്താ അറിയുമോ, ഓൺ വോയിസ് കൊടുക്കണേ. മുറ്റത്ത് നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ ഒന്നും പറയണ കേൾക്കില്ല. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പോൾ അങ്ങനെ ഓൺ വോയിസ് കൊടുക്കാമെന്ന് കരുതി. അപ്പം ഇനി മുളകും പൊടി ഇടുന്ന നന്നായി ഇറക്കി കൊടുക്കണം. അടുത്ത മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വരുമ്പോൾ കൂനൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് വെക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു. ഇങ്ങനെ വെക്കുമ്പോൾ പറഞ്ഞാൽ കൂണിൻ്റെ രുചിയും മണമൊക്കെ നമുക്ക് കിട്ടും. നമ്മളധികം മസാലകൾ ചേർക്കുമ്പോൾ ആ കൂണിൻ്റെ രുചി തന്നെ മാറും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ നാടൻ കൂൺ കറിയല്ലേ, നല്ല രുചിയാവും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
ഇതിന് റെസിപ്പിയൊക്കെ അമ്മ പറയുന്നുണ്ട്, പക്ഷേ മഴ കാരണം ഒന്നും കേൾക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്നായി ഒന്ന് തിളച്ച് വേഗണം കേട്ടോ. അത് കുറച്ച് വേവുണ്ട് കൂണ് ഉണ്ടോ. അങ്ങനെ ഇതാ നമ്മളെ കൂൺ തിളച്ച് തുടങ്ങി കേട്ടോ. ആഹാ, ഇപ്പം കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൂൺ കറി റെഡിയായി തുടങ്ങി കേട്ടോ. കഴിഞ്ഞു കണ്ടോ. ഇപ്പം എല്ലാതും അതിന്മേൽ പിടിച്ചു അല്ലേ. നമുക്കിത് ഇറക്കി വെക്കാം. ആഹാ, കാണാൻ തന്നെ എന്താ രസം. നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം. ഉച്ച സമയം കഴിക്കണം, അപ്പോഴതൊക്കെ വെക്കണം കേട്ടോ. ഇനി ആ വെള്ളച്ചോറിൽ കണ്ട ആ കൂൺകറി പാരുമ്പോൾ ആഹാ എന്താല്ലേ കാണാൻ തന്നെ. ഇതൊന്നും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാവും. അത്രയും ടേസ്റ്റാണ്. ഈ ഒരൊറ്റ കറി മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ചോറ് വയ്ക്കാം കേട്ടോ. ബൈ.